എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു നാടിന്റെ പോക്ക് ഇത് എങ്ങട്ടാ പോകുന്നതെന്നുള്ളതാ. ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ തെറ്റ് ചെയ്ത ആള് നമ്മളോട് പറയാണ് ദിസ് ഈസ് റാങ്, നീ അത് ക്ഷമ പറയേ, നീയാണ് ക്ഷമ പറയണ്ടോ, ഞാൻ തെറ്റ് ചെയ്തു പക്ഷെ നീ ക്ഷമ പറയണം. ഈ ഒരു സിറ്റുവേഷനാണ് എൻ്റെ പൊന്നളിയ ദിയാകൃഷ്ണയുടെ വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ഇപ്പൊ ഞാൻ ആ 3 പെൺകുട്ടികളിൽ ഒരാളോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയുടെ സ്വരമാണ് എനിക്കെതിരെ വന്നിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ദിയയുടെ വിഷയമായിട്ട് ദിയാകൃഷ്ണയുടെ ഓബയോസിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2 പേര് കീഴടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഭീഷണിയുടെ സ്വരം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. കൂടുതലായിട്ട് പിന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ എപ്പോഴങ്ങനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതോടൊപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നവർ ഇടക്കിടക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു വെക്കാം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇന്നലെ നേരെ വിഷയത്തിലേക്ക് വരാം. കാര്യം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം. ദിയാകൃഷ്ണ, അതായത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ ഓബയോസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 69 ലക്ഷം രൂപയുടെ തിരിമറി നടത്തി 3 സ്റ്റാഫുകൾ. എങ്ങനെ തിരിമറി നടത്തി? അവിടുത്തെ QR കോഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് സാറേ പൈസ മേടിച്ചിട്ട് ഇതിലൊക്കെ QR ചെയ്തെന്ന് പറഞ്ഞ് അവർ കൈക്കലാക്കി. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് കേസെടുത്ത സമയത്ത് ഇവർ പറഞ്ഞ് അവർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ വേറൊരു കഥ വിട്ടു. അതിനുശേഷം ദിയാകൃഷ്ണ ആൻഡ് ഫാമിലിക്ക് ജാമ്യം ലഭിക്കുകയും ഈ പെൺകുട്ടികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. അങ്ങനെ 2 പെൺകുട്ടികൾ എൻ്റെ പൊന്നു സാറേ നമുക്കൊന്നും അറിയില്ല സാറേ, കീഴടങ്ങി സാറേ എന്നും പറഞ്ഞിട്ട് വന്ന് കീഴടങ്ങിയിട്ടുണ്ട്. നമുക്ക് കീഴടങ്ങി വാർത്ത കേട്ടിട്ട് എനിക്കിട്ട് വന്ന ഭീഷണിയിലേക്ക് പോവാം. മകൾ ദിയയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി. അങ്ങനെ 69 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. എന്നാൽ കൃഷ്ണകുമാറിന്റെ മകൾക്ക് സ്റ്റാഫായ ഇങ്ങനെ വേണം, ഇതാണ് സ്റ്റാഫ്. സ്റ്റാഫിനെ എന്തിനാ, ആരെയും നമ്പാൻ കൊള്ളത്തില്ല, പിന്നെ സ്റ്റാഫിനെ ഇവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് തള്ളി. പിന്നീട് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് മാത്രമാണ് എടുത്തത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ ഇന്ന് ഹാജരായിട്ടുള്ള 2 പേർ, വിനീത, രാധാകുമാരി എന്നിവർ ഹൈക്കോടതി മുൻകൂർ ജാമ്യം. വിനീത, നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, വിനീത. ഓക്കെ, ബാക്കി ആളെ നമുക്ക് വരാം. വിനീതയെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല. ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. 3 പ്രതികളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല, ഇന്ന് ഹാജരായിട്ടുമില്ല. ഒരു ജീവനക്കാരി എങ്ങും ഹാജരായാലും ഒന്നുമില്ല. അപ്പോൾ ദിയയുടെ ഈ വിഷയം നടന്നപ്പോഴത്തേനും നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു യൂട്യൂബർ എന്ന നിലയിൽ കാശുണ്ടാക്കാൻ വേണ്ടി വീഡിയോ ചെയ്തു എന്നുള്ള നിലയിൽ തന്നെ വെച്ചു. നമ്മളൊരു ഷോർട്സ് ഇട്ടു. ഈ ഷോർട്സിനകത്ത് ഞാൻ ഈ ഒരു വിഷയത്തെ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു. ആ ഷോർട്സ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആരെങ്കിലും വന്ന് ചോദിച്ചു ഇത് ഓഫീസാണെന്ന് പറയണമെന്ന്, ഈ കടയ്ക്ക് ലൈസൻസ് ഇല്ല, ഓഫീസാണെന്ന് പറയണമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ആ പെണ്ണിന്റെ മുഖത്തെ നിഷ്കളങ്കത ഉണ്ടോ, ഓഫീസാണെന്ന് പറയണമെന്നാണ് പറഞ്ഞത്. പാവം, നിഷ്കളങ്കമായ കുറിച്ച്. ഈ പെണ്ണിനെയാണ് അഹാന കയ്യോടെ തൂക്കിയപ്പോഴത്തേനും നീ നിഷ്കളങ്കത കളിക്കില്ലേ എന്ന് പറഞ്ഞത്. ഈ പെണ്ണാണ് അപ്പുറത്തിരുന്ന് ഇവരുടെ പുറത്ത് വിട്ട കോളിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊന്നും കേൾക്കാൻ വയ്യോ, സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി വിട്ടുകൊണ്ട് കൊടുത്തത്. എന്നിട്ട് അവരുടെ മുഖത്തെ നിഷ്കളങ്ക നോക്ക്. എന്റെ പ്രിയ കുഞ്ഞെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് നിയമപരമായിട്ട് നടക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് കിട്ടത്തില്ല. ഈ പുള്ളിക്കാരി പേഴ്സണൽ അക്കൗണ്ട് ഈ പറഞ്ഞ ലക്ഷങ്ങൾ കയറ്റത്തില്ല. അവർ അത്രയും ടാക്സ് അടക്കണം. ഇവർ കറണ്ട് അക്കൗണ്ടിൽ ആ സാധനം കയറ്റത്തുള്ളൂ. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എവിടെങ്കിലും ഇവരെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ഇവരെ ഇൻസൾട്ട് ചെയ്യുകയോ സ്ത്രീത്വത്തെ അപമാനിക്കുകയോ എന്തെങ്കിലും ഞാൻ ചെയ്തോ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വിഷയം പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഒളിവിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന ഈ വിനീത എന്ന് പറയുന്ന പുള്ളിക്കാരി എനിക്കൊരു മെസ്സേജ് അങ്ങോട്ട് വിട്ട്. മെസ്സേജ് ഇതാണ്, ഹായ് അയച്ചിട്ട് എൻ്റെ വീഡിയോയുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക്. എന്നിട്ട് ഹലോ ദിസ് സൈഡ് വിനീത. ഏത് വിനീത? ഈ വിനീത. ഐ നോട്ടീസ് ദാറ്റ് യു posted content using my photo or my voice without my consent. ഞാൻ ഉപയോഗിച്ച യുവർ ഫോട്ടോയും യുവർ വോയിസും യുവർ കണ്ടന്റ് അല്ല. ഞാനതൊരു വാർത്താ ചാനലിന്റെ കണ്ടന്റാണ് ഞാൻ യൂസ് ചെയ്തത്. യുവർ വോയിസും യുവർ കണ്ടന്റും വരാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടുണ്ടാക്കി മോഷണം നടത്താതിരിക്കണമായിരുന്നു. അപ്പോൾ യുവിന്റെ കണ്ടന്റ് ഐ മേക്ക് ചെയ്യില്ലായിരുന്നു. യുവിന്റെ കണ്ടന്റ് ഐ മേക്ക് ചെയ്ത് എന്തിനാ? ബിക്കോസ് യു മോഷ്ടിക്കൽ ഓഫ് ദി 69 ലക്ഷം. ഓക്കെ ബാക്കി I do not give permission for my image, voice or any part of my identity to be used in your content.
സോ നിങ്ങളപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോയി ഈ വാർത്താ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കാതിരിക്കണം. ഞാൻ ആ വാർത്താ ചാനലിന്റെ കണ്ടന്റാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ വോയിസോ നിങ്ങളുടെ ശബ്ദമോ വന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വോയിസ് ആരും ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇമാതിരി തോന്നിയ ദിവസം കാണിക്കാതിരിക്കണം. എന്നുള്ള തോന്നിയ ദിവസം എല്ലാം കാണിച്ചിട്ട് എൻ്റെ മലപ്പുറത്തേക്ക് കേട്ട് കാര്യമില്ല. ദ കണ്ടന്റ് ഈസ് ഓൾസോ മെന്റലി ആൻഡ് ഇമോഷണലി ഡിസ്ട്രസ്സിങ്. ഞാൻ എന്തൊരു നിങ്ങൾ കാണിച്ചപ്പോൾ ദിയ പ്രഗ്നന്റ് ലേഡിക്കുണ്ടായ ഡിസ്ട്രസ്സിങ്ങിന്റെ അത്ര ഒന്നും നിങ്ങൾക്ക് ഞാനുള്ള ഡിസ്ട്രസ്സിങ് ഒന്നും തന്നിട്ടില്ല കേട്ടോ. മനസ്സിലാക്കുക സുഹൃത്തെ. I request you to delete it immediately. If not removed, I will be forced to take legal action under cyber laws and report it for harassment and defaming. ഞാനിത് നീ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാനിത് സൈബർ സെല്ല് ആക്ഷൻ എടുക്കും, ഡിഫേമിന് കേസ് കൊടുക്കുന്നു. ആദ്യം മോൾ ഉണ്ടാക്കി വെച്ച വള്ളി തീർക്ക്, എന്നിട്ട് എൻ്റെ പടലിക്കോട്ട് കയറി ഈ വള്ളി എടുക്കാൻ പാ. അത് 2 വള്ളി ഒന്നിച്ച് കൊണ്ടുപോയി കൊണ്ടുപോകും, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ യൂട്യൂബ് പെർമിറ്റ് ചെയ്ത സാധനം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഐ മെയ്ഡ് എന്താണ് കമൻട്രി ഓർ റിയാക്ഷൻ. എന്നെ ഒരു പുല്ല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടേക്ക് ദിസ് സീരിയസ്ലി. താങ്ക് യു. മാന്യമായിട്ടുള്ള റിപ്ലൈ തന്നു. അപ്പം ഞാൻ പുള്ളിക്കാരിക്ക് തിരിച്ചു അതേപോലെ മാന്യമായിട്ട് ആദ്യം താങ്ക് യു ഫോർ റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ദ വീഡിയോ ഇൻ ക്വസ്റ്റ്യൻ വാസ് ക്രിയേറ്റഡ് യൂസിങ് publicly available content that was already aired on news channels and circulated widely. ഞാൻ ഉപയോഗിച്ച കണ്ടന്റ് വാർത്താ ചാനലുകളിൽ വന്നതാണ്, അത് വൈഡായിട്ട് സർക്കുലേറ്റ് ചെയ്തതാണ്. The intention was not to defame or harass you in any way, but to offer commentary on a matter already in public domain. ഞാൻ അവരെ ഹറാസ് ചെയ്യുന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയയിൽ വന്നൊരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. However, എന്നാലും എൻ്റെ മാന്യതാണ്. എന്നിരുന്നാലും ഐ റെസ്പെക്ട് യുവർ കൺസേൺ. ഇഫ് ദർ ഈസ് എ സ്പെസിഫിക് പോർഷൻ യു ഫൗണ്ട് ഡിസ്ട്രസിങ്, പ്ലീസ് ലെറ്റ് മീ നോ ആൻഡ് ഐ വിൽ റിവ്യൂ ഇറ്റ് സിൻസിയർലി. ഐ ഡു നോട്ട് ഇൻറ്റൻഡ് ടു കോസ് എനി മെറ്റീരിയൽ ഓർ ഇമോഷണൽ ഡിസ്കംഫോർട്ട്. താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട് മനോം ജോൺ, മാസ്റ്റർ മൈൻഡ് മനു. അത് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ബുദ്ധിമുട്ടുണ്ടായത് അത് പറ, ഞാനത് റിവ്യൂ ചെയ്ത് നോക്കാം അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത്രയും മാന്യമായിട്ട് ഏതാ ഉള്ള തോന്നിവാസം എല്ലാം കാണിച്ചിട്ട്, എന്നിട്ട് അതിനെ മറയ്ക്കാനായിട്ടുള്ള കള്ളത്തരം എല്ലാം വാർത്താ ചാനലിൽ വന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് കോടതി ജാമ്യം നിഷേധിച്ചിട്ട് ഇപ്പം വന്ന് ഉള്ളേ പോകാൻ പോകുന്ന അല്ലെങ്കിൽ സ്വമേധയായി കീഴടങ്ങിയ കുട്ടി പറയുകയാണ് ഞാൻ അവർക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനം സംസാരിച്ചു വന്നു. ഓക്കെ, അതിനവർ തിരിച്ച് റിപ്ലൈ, ഞാൻ അവരോട് ചോദിച്ചെന്താ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് പ്രശ്നം ഉണ്ടായത്, ആ ഭാഗം ഞാൻ നോക്കാം, റിവ്യൂ ചെയ്ത് നോക്കാം എന്താ പ്രശ്നം എന്നുള്ളത്. അതിനവർ തന്ന റിപ്ലൈ, ഐ നീഡ് ഇമീഡിയറ്റ് ഡിലീഷൻ. എനിക്ക് പെട്ടെന്നുള്ള ഡിലീറ്റിംഗ് ആണ് വേണ്ടത്, മനസ്സിലായോ? വൺസ് അഗൈൻ ടു റിമൂവ് ഓൾ സച്ച് കണ്ടന്റ് വിത്തിൻ 24 hours. 24 മണിക്കൂറിനകത്ത് നീ ഇട്ടിരിക്കുന്ന കണാപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് പോകണം കേട്ടല്ലോടാ. ബാക്കി, if this content not removed within this time, I will be forced to proceed legal actions and file a formal cyber complaint. നീ 24 മണിക്കൂറിനകത്ത് ഇത് ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിനക്കെതിരെ ഞാൻ നിയമ നടപടികൾ കൈക്കൊള്ളും. പിന്നെ ഐ ഹോപ്പ് യു വിൽ ടേക്ക് ദിസ് സീരിയസ്ലി ആൻഡ് ആക്ട് റെസ്പോൺസിബിളി. താങ്ക് യു. ഞാൻ ഇത് കാര്യം മനസ്സിലാക്കി സീരിയസ് ആയിട്ട് ബോധപൂർവം റെസ്പോണ്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബോധപൂർവം റെസ്പോണ്ട് ചെയ്തേക്കാം, ഇതിൽ കൂടുതലും ബോധപൂർവം എങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്? ഈ സാധനം എനിക്ക് അയച്ചിട്ട് 24 hours കഴിഞ്ഞു. ലീഗൽ നടപടി എടുത്തോ നിങ്ങൾ, ഞാൻ പോലീസിൽ പോയി പറഞ്ഞോളാം എന്താണെന്ന് വെച്ചാൽ. അതാണ് എൻ്റെ സാധനം. നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ അപമാനിച്ചു എന്ന് തോന്നിയിരുന്നെങ്കിൽ ആ ഭാഗം പറഞ്ഞിരുന്നെങ്കിൽ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യായിരുന്നു. അതിനകത്ത് ഞാൻ നിങ്ങളെ അപമാനിക്കുമെന്നും പറഞ്ഞിട്ടില്ല. ഉള്ള തോന്നിയാസം എല്ലാം കാണിച്ചിട്ട് നാട്ടുകാരും ഒന്നും പറയില്ലെന്ന് പറഞ്ഞ് നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇമാതിരി തോന്നിയാസം കാണിക്കാതിരിക്കണമായിരുന്നു. 69 ലക്ഷം രൂപ മോഷ്ടിച്ച് ഒരു പെണ്ണിനെ മൊത്തം മാനസികമായിട്ട് തകർത്ത്, ആ പെണ്ണിൻ്റെ ബിസിനസ്സും തകർത്ത്, അതിൻ്റെ പ്രസവ സമയത്തുള്ള പ്രഷറെല്ലാം കൊടുത്തിട്ട് ഞാൻ ഇട്ടൊരു വീഡിയോ അവർക്ക് അങ്ങ് ഡിസ്ട്രസ് ഉണ്ടായിരുന്നു. കണക്കായിപ്പോയി, സഹിച്ചോ, വേറെ ഒന്നും ചെയ്യല്ല, സഹിച്ചോ. ആദ്യം നിങ്ങൾക്കുണ്ടായ വള്ളികൾ തീർക്ക്, എന്നിട്ട് നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണല്ലോ, പോലീസുകാരോട് തന്നെ പറ, സാറേ ഒരുത്ത് എനിക്കൊരു വീഡിയോ ഇട്ടു സാറേ, ആക്ഷൻ എടുക്കുക സാറേ എന്ന് പറ. പോലീസുകാരനെ വിളിക്കട്ടെ. മാന്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തത്, ഞാൻ നിങ്ങളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കാണിച്ച തോന്നിവാസത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ദിയ ഇപ്പം മനസ്സിലായില്ലേ, ഒരു പാവത്തെ അല്ല നോക്കി വളർത്തിയത്, പാമ്പിനെയാണ് നോക്കി വളർത്തിയെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.